ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പം ഡോക്ടർ അരുൺ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അത് ഞാൻ അരുണിനോട് വിയോജിക്കുകയല്ല. അരുണിൻ്റെ ഒരു ജെന്യൂനായ ആശങ്കയാണ്. എന്തുകൊണ്ടാണ് ഇലക്ഷൻ വിഷയങ്ങൾ തീരുമാനിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒറ്റക്കെട്ടായി നടത്തുന്നതിനകത്തൊരു കെമിസ്ട്രി ഇന്ത്യ ബ്ലോക്കിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ആശങ്കയുണ്ട്. ആ ആശങ്ക ജെന്യൂനാണ്. പക്ഷെ ഞാൻ അതിനെ കാണുന്നത് വേറൊരു വീക്ഷണത്തിൽ കൂടെയാണ്. അതായത് നോക്കൂ, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട 12 സ്റ്റേറ്റുകൾ ഇന്ത്യയിലുണ്ട്. 12 സ്റ്റേറ്റുകൾ. ആ 12 സ്റ്റേറ്റുകളിലും കൂടി 369 സീറ്റുകളുണ്ട്. ഈ 369 സീറ്റുകളിൽ ഫൈറ്റ് ചെയ്യുന്നത് റീജിയണൽ പാർട്ടീസാണ്. അപ്പോൾ നമ്മൾ തെക്കേ ഇന്ത്യ തന്നെ എടുത്തു നോക്കിയാൽ അറിയാം. ഇപ്പോൾ DMK അങ്ങനെ എടുക്കാമല്ലോ. DMK ഫൈറ്റ് ചെയ്യുന്നു, RJD ഫൈറ്റ് ചെയ്യുന്നു, തൃണമൂൽ കോൺഗ്രസ് ഫൈറ്റ് ചെയ്യുന്നു, SP ഫൈറ്റ് ചെയ്യുന്നു, NCP ഫൈറ്റ് ചെയ്യുന്നു, ശിവസേന ഫൈറ്റ് ചെയ്യുന്നു. ഈ രീതിയിൽ BJPയെ യഥാർത്ഥത്തിൽ കോൺഗ്രസിനേക്കാൾ നന്നായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രാദേശിക പാർട്ടികളാണ്. അവർക്ക് 369 സീറ്റുകളിൽ സ്വാധീനമുണ്ട്. കോൺഗ്രസും BJPയുമായിട്ട് ഏതാണ്ട് 200 സീറ്റുകളിലാണ് ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് അവരുടെ സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവുമാണ്. 16 സീറ്റും കണ്ടാണ് ജയിച്ചിട്ടുള്ളത്. 8% അവരുടെ സ്ട്രൈക്ക് റേറ്റ്. അപ്പോൾ സ്വാഭാവികമായും അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ബാധ്യത കോൺഗ്രസിനാണ്. കോൺഗ്രസ് അത് ഇമ്പ്രൂവ് ചെയ്യുക തന്നെ വേണം. എന്നാൽ നോക്കൂ, ശിവസേനയും NCPയും കോൺഗ്രസും കൂടി ഒരു സീറ്റ് ഷെയറിംഗ് നടന്നതിന് ശേഷം പിന്നെ ആ ടെറിട്ടറിയിൽ ശിവസേനയും NCPയാണ് യഥാർത്ഥത്തിൽ വലിയ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് BJPയെ. അവിടെ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള റോൾ മാത്രമാണ്. അതായത് ഈ ഭാഗത്തുള്ള വോട്ട് ചോർച്ച ഒഴിവാക്കുക എന്ന റോളെ കോൺഗ്രസിന് അവിടെ നിർവഹിക്കാനുള്ളൂ. സ്വാഭാവികമായിട്ടും ഇപ്പം ബീഹാർ എടുത്തു കഴിഞ്ഞാൽ ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടി RJD തന്നെയാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് BJPയെ ഫൈറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിനേക്കാൾ നന്നായി അവിടെ ഫൈറ്റ് ചെയ്യുന്നത് ഇടതുപക്ഷ പാർട്ടികളാണ്. CPI-MLും CPI-Mഉം ഒക്കെയാണ് അവിടെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അവിടെയും കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ DMKയുടെ കാര്യം എടുത്തു നോക്കിയാൽ ഈ രീതിയിൽ ഓരോ സ്ഥലത്തും യഥാർത്ഥത്തിൽ ആ പ്രാദേശിക പാർട്ടികളാണ് ഈ BJP അതിശക്തമായി ഫൈറ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് BJPയുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ 369 സീറ്റ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പലപ്പോഴും പ്രചാരണം നടത്തുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് പോലുള്ള വിഷയം, CAAയുടെ വിഷയമൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് പ്രചാരണം നടത്തുന്നില്ല എന്ന് പറയുന്നത് ജെന്യൂനായ ആശങ്കയാണ്. അത് വലിയ ഇഷ്യൂവുമാണ്. എങ്കിൽ കൂടിയും ഞാൻ പോസിറ്റീവായി കാണുന്നത് ഈ പറയുന്ന സീറ്റ് ഷെയറിങ്ങിൽ ഇന്ത്യ ബ്ലോക്ക് എത്തിച്ചേർന്ന ഒരു പ്രധാനപ്പെട്ട അതൊരു വലിയ കടമ്പയായിരുന്നു. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ കാര്യം എടുത്തോളൂ. അവർ ഡൽഹിയിലും പിന്നെ ഗുജറാത്തിലുമൊക്കെ ധാരണയിലെത്തിയല്ലോ. പഞ്ചാബിൽ അവർ അങ്ങനെ അല്ല എന്നും പറയുന്നു. ഈ ആകപ്പാടൊരു ബ്ലോക്കായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്നു, ഒരു പ്രതിസന്ധിയായിട്ട് ഞാൻ കാണുന്നത് ഉത്തർപ്രദേശും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളുമാണ്. ഉത്തർപ്രദേശിൽ ഒരു ഫോർമിഡബിൾ അലയൻസ് ഉണ്ടാക്കുന്നതിനകത്ത് ഇന്ത്യ ബ്ലോക്കിന് കഴിഞ്ഞിട്ടില്ല. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലാണ് ധാരണയുണ്ടായിരിക്കുന്നത്. ആ സ്ഥലത്തേക്ക് BSP കൂടി വന്നിരുന്നുവെങ്കിൽ ഈ പറയുന്ന വേറൊരു വലിയ റിസൾട്ട് അവിടെ മാറുമായിരുന്നു. പിന്നെ ഈ CAA പോലുള്ള വിഷയം കേട്ടോ, ഇത് നിങ്ങൾ ഉയർത്തിയില്ലെങ്കിലും അതൊരു അണ്ടർ കറൻ്റ് ആയിട്ടുണ്ട്. അത് വളരെ പ്രധാനമാണ്. ഈ ബീഫിൻ്റെ കാര്യത്തിലുണ്ടായിട്ടുള്ള നിരോധനവുമായി ബന്ധപ്പെട്ട മോബ് ലിഞ്ചിങ്, CAA, യൂണിഫോം സിവിൽ കോഡ്, അയോധ്യ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം, ചെങ്കോൽ സ്ഥാപിച്ചത്, ഇത്തരത്തിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഒരു അണ്ടർ കറൻ്റായിട്ട് നിൽക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കാതെ വോട്ടർമാർക്ക് മനസ്സിലാവും. ഇന്ത്യൻ വോട്ടേഴ്സ് വളരെ സെൻസിബിളാണ്. ചില ഘട്ടങ്ങളിൽ അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിലും അവരത് ചരിത്രത്തിൽ തിരുത്തലുകളും വരുത്തിയിട്ടുള്ളതുകൊണ്ട് നമുക്കത് പ്രതീക്ഷയോടുകൂടി കാണാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട സന്ദർഭങ്ങളുണ്ടാകും. ഇലക്ട്രൽ ബോണ്ടൊക്കെ നന്നായി വിശദീകരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതല്ലാതെ തന്നെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഉദാഹരണത്തിന് വളരെ പെട്ടെന്ന് ഞാൻ നിർത്തിയേക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞ പ്രശ്നം, വിലക്കയറ്റം എന്ന് പറഞ്ഞ പ്രശ്നം. നമ്മളൊരു 3 മാസം മുമ്പ് 140 രൂപയ്ക്ക് തക്കാളിക്കാൻ വാങ്ങിച്ച ജനങ്ങളാണ്. 140 രൂപയായിരുന്നു മാർക്കറ്റിൽ തക്കാളി എന്ന് പറയുന്നത്. തൊഴിലില്ലായ്മ വലിയ പ്രശ്നമാണെന്നേ. നമ്മളിപ്പോൾ ഇരിക്കുമ്പോഴും കർഷകർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിവസം 30 കർഷകർ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റിയാലിറ്റി ഇതൊക്കെ അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. അത് ആ സമയത്തൊക്കെ വലിയ മാറ്റങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത്, അരുൺ പറഞ്ഞ പ്രശ്നം ജെന്യൂൻ ആയിരിക്കുമ്പോൾ തന്നെയും ഈ 369, 370 സീറ്റുകളിൽ പ്രാദേശിക പാർട്ടികൾ BJPയെ പ്രാദേശികമായി തന്നെ എതിർക്കും. ആ എതിർപ്പെന്ന് പറയുന്ന അത്ര വേഗത്തിൽ BJPക്ക് മറികടക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ 400 സീറ്റ് എന്ന് പറയുന്ന ഒരു നറേറ്റീവ് ഉണ്ടാക്കി ആളുകളുടെ കണ്ണ് കെട്ടാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ അങ്കലാപ്പിലും അതുകൊണ്ടാണ് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള എന്തും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് BJP പോയിരിക്കുന്നത്. Meet the editors.